പാലക്കാട് ആലത്തൂരിൽ അറ്റകുറ്റപ്പണിക്കിടെ ദേശീയപാത ഇടിഞ്ഞു താഴ്ന്നു. ആലത്തൂർ സ്വാതി ജംഗ്ഷന് സമീപം പുലർച്ചെയാണ് സംഭവം. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഇതും ദേശീയപാതയുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. എന്താണ് അവിടെ സംഭവിച്ചത്? ആലത്തൂർ സ്വാതി ജംഗ്ഷന് സമീപത്തെ ദേശീയപാതയിൽ വിള്ളൽ കണ്ട അല്ലെങ്കിൽ ഇടിഞ്ഞു താഴ്ന്ന പ്രദേശത്ത് തന്നെയാണ് നമ്മളുള്ളത്. നമ്മുടെ ക്യാമറമാൻ രാജീവ് ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് മുൻപിൽ കാണിച്ചു തരും. ഈ മേഖലയിലൂടെ രാവിലെ വാഹനങ്ങൾ കടന്നു പോവുകയായിരുന്നു. ആ സമയത്താണ് ഇത്തരത്തിലൊരു വിള്ളൽ ശ്രദ്ധയിൽപ്പെട്ടത്. അതായത് അറ്റകുറ്റപ്പണി നടക്കുന്നുണ്ടായിരുന്നു. കൽവർട്ട് നിർമ്മാണമാണ് ഈ മേഖലയിൽ നടക്കുന്നത്. അപ്പോൾ ഈ കൽവർട്ട് നിർമ്മാണത്തിൻ്റെ രീതി പകുതി കൽവർട്ട് നിർമ്മിച്ചു കഴിഞ്ഞു. ഈ ഭാഗത്ത് കൽവർട്ട് നിർമ്മിക്കാനുണ്ട്. അതായത് പൊളിക്കാൻ വേണ്ടി വെച്ചിരുന്ന ഭാഗം തന്നെയാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. പക്ഷേ ഇത് ഇടിഞ്ഞ് താഴ്ന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. രാവിലെ ഇത് ശ്രദ്ധയിൽപ്പെട്ടു. ഉടൻ തന്നെ ദേശീയപാത അതോറിറ്റി അധികൃതർ കരാറുകാരെ വിവരം അറിയിച്ചു. കരാറുകാർ ഈ പ്രദേശത്ത് തന്നെ, അതായത് അറ്റകുറ്റപ്പണി നടക്കുകയാണ്, കരാറുകാർ ഈ പ്രദേശത്ത് തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ആ മേഖല കൂടി പൊളിച്ച് ഈ വാഹന ഗതാഗതം പൂർണ്ണമായി, അതായത് തൃശ്ശൂരിലേക്ക് പോകുന്ന സ്പീഡ് ട്രാക്കിലാണ് ഇത്തരത്തിലുള്ള ഒരു വിള്ളൽ അല്ലെങ്കിൽ ഇടിഞ്ഞ് താഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും നമുക്ക് ഇവിടെ നാട്ടുകാരൊക്കെ തന്നെ ഈ പ്രദേശത്ത് ഉണ്ട്. അവരുടെ പ്രതികരണം കൂടി നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ തേടാൻ. തൃശ്ശൂർ ഭാഗത്തേക്കുള്ള കൾവർട്ടിൻ്റെ നിർമ്മാണം ഇവിടെ ആരംഭിക്കാനിരിക്കുകയാണ്. ഈ ഭാഗത്താണ് ഇപ്പോൾ റോഡ് ഇടിഞ്ഞിട്ടുള്ളത്. ചെറിയ തോതിൽ ഇരുന്ന് പോവുകയോ ചെയ്തിട്ടുള്ളത്. ഒരു അപകടകരമായ സാഹചര്യമില്ല. ഇവിടെ ആകെയുള്ളത് ഈ പാലക്കാട് ഭാഗത്തേക്കുള്ള ട്രാക്കിൻ്റെ പൊളിച്ച ഭാഗത്ത് മണ്ണ് നിറച്ച് ചാക്ക് വെച്ചിട്ടുണ്ടായിരുന്നുണ്ട്. ആ ഭാഗം സുരക്ഷിതമാണ്. എന്നാൽ തൃശ്ശൂർ ഭാഗത്തേക്കുള്ള ട്രാക്ക് പൊളിച്ചിരുന്നില്ല. എന്നാൽ അവിടെ മണ്ണെടുത്ത ഭാഗത്ത് ഇത്തരത്തിൽ സംരക്ഷണത്തിന് വേണ്ടി ഗതാഗതം ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ 5 മണിയോടുകൂടി വാഹനങ്ങൾ പൊയ്ക്കൊണ്ടിരുന്ന സമയത്താണ് ഇവിടെ ഈ മണ്ണ് ഇരുന്നു പോയത്. അവിടെ ഈ പറഞ്ഞതുപോലെ മണ്ണ് നിറച്ച ചാക്കുകൾ വെച്ചിരുന്നെങ്കിൽ ഈ സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല. മേഖലയിൽ മണ്ണ് ട്രാക്ക് വെച്ചിരുന്നു. അതെ, ഈ തൃശ്ശൂർ ഭാഗത്തേക്കുള്ള ട്രാക്കിലെ മണ്ണ് എടുത്ത ഭാഗത്ത് ഇങ്ങനെ സംരക്ഷണത്തിനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിരുന്നില്ല. ഒരു പ്രധാനപ്പെട്ട കാര്യം, അതായത് ഈ ദേശീയപാതയുടെ പകുതി ജോലി കഴിഞ്ഞു നിർത്തിയിരുന്നു. അതിനുശേഷം ഇവിടെ മണ്ണ് വീണ്ടും അടിയിലേക്ക് ഇറങ്ങുന്ന ഒരു സ്ഥിതി വന്നു. അതാണ് അതെ, മണ്ണ് ഇരുന്നു പോയതാണ്. മണ്ണെടുത്ത കുഴിയുള്ള ഭാഗത്തേക്ക് സ്പീഡ് ട്രാക്കിന്റെ അടിയിലത്തെ മണ്ണ് ഇരുന്നു പോയതാണ് ഈ സാഹചര്യം ഉണ്ടാകാൻ കാരണം. വലിയ ഗതാഗതക്കുരുക്ക് ഞാൻ എടുത്തു വെച്ചിട്ട് വലിയ ഗതാഗതക്കുരുക്ക് എല്ലാ മേഖലയിലും ഇപ്പോഴും ഈ മാസങ്ങളായിട്ട് സഹിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ നിർമ്മാണം ഇങ്ങനെ അനന്തമായി വൈകുന്നു, അത് കൃത്യമായി നടക്കുന്നില്ല എന്ന പരാതിയൊക്കെ നാട്ടുകാർക്കില്ലേ? തീർച്ചയായിട്ടും ജനങ്ങൾക്ക് വലിയ പരാതിയുണ്ട്. 18 മാസത്തോളം സമയമെടുക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പം നിർമ്മാണം ആരംഭിച്ചിട്ട് ഏതാണ്ട് 6 മാസമായി. ഇവിടെ യഥാർത്ഥത്തിൽ ഈ ഗതാഗതക്കുരുക്കിന് കാരണം ഈ സ്പീഡ് ട്രാക്കിൽ അണ്ടർപാസ് പണിയുന്നതിന് വേണ്ടി പൊളിച്ച ഭാഗങ്ങളിൽ സർവീസ് റോഡ് സജ്ജമാക്കിയിട്ടില്ല എന്നുള്ളതാണ്. സർവീസ് റോഡുകളുടെ പണി 2 വരി സർവീസ് റോഡ് 2 ദിശകളിലേക്കും പൂർത്തിയാക്കിയിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള ഗതാഗതക്കുരുക്ക്. നിർത്തി വെച്ചോട്ടെ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് കഴിഞ്ഞാൽ 3 ടോളും കൊടുക്കണമല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകുന്നത്. അതൊരു പ്രായോഗിക പ്രശ്നം തന്നെയല്ലേ? ടോൾ പിരിക്കണോ വേണ്ടോ എന്നുള്ള ചോദ്യമൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുന്നില്ല. വലിയ തോതിലുള്ള ടോളാണ്. നമ്മൾ വാളയാർ ടോൾ കൊടുക്കണം, വടക്കഞ്ചേരി കൊടുക്കണം, പിന്നെ തെക്കൻ ജില്ലകളിലേക്ക് പോകുന്നവർ പാലിയക്കരയിൽ ടോൾ കൊടുക്കണം. ഇത്തരത്തിൽ ഒരു ദിശയിലേക്ക് തന്നെ വലിയ തോതിലുള്ള ടോൾ കൊടുത്തിട്ട് പോകുന്ന ആളുകൾക്ക് ഈ റോഡ് നേർച്ചയും ഗതാഗതക്കുരുക്കും ഒക്കെ സ്ഥിരമായിട്ട്. ഇവിടെ കഴിഞ്ഞ ആഴ്ച SM കോളേജിൽ, ആലത്തൂർ SM കോളേജിൽ അധ്യാപക തസ്തികയിലേക്ക് ഇന്റർവ്യൂവിന് വന്ന ഒരാൾക്ക് അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല ഗതാഗതക്കുരുക്ക് പെട്ടിട്ട്. അവസ്ഥ അനുജ, ടോൾ കൊടുക്കണം, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള അനാസ്ഥകൾ കാണുകയും വേണമെന്നാണ് പറയുന്നത്. വലിയ പരാതിയുണ്ട്, ആശങ്കയുണ്ട്. എന്തായാലും വലിയ അപകടം ഒഴിവായി. കാരണം പുലർച്ചെ ആയതുകൊണ്ട് വാഹനങ്ങൾ ഉണ്ടായിരുന്നില്ല. അനുജ.